ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ച് 100 വീട് കൊടുക്കുമ്പോൾ എന്തേ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും വയനാട്ടിൽ വീട് കൊടുക്കാത്തത് എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ സംഭവങ്ങളും. ഈ സമ്മേളനം ഇത്ര മാതൃകാപരമായി നടത്തുന്ന ഒരു സംഘടന വേറെ ഏതാ ഉള്ളത്? നിങ്ങൾ ഈ കഴിഞ്ഞ ഞങ്ങളുടെ സമ്മേളന കാലയളവ് കൂടി പരിശോധിക്കേണ്ട. ഈ സമയത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ച 25 വീട് ഞങ്ങൾ 100 വീടിനുള്ള പണം കൊടുത്തവരാ. ഞങ്ങൾ ഈ സമ്മേളന കാലയളവിൽ കേരളത്തിൽ ആദ്യമായി ഒരു യുവജന സംഘടന യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി. കേരളത്തിൽ DYFI മവാസോ എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തി DYFI. കേരളത്തിൽ മനുഷ്യച്ചങ്ങല നടത്തി DYFI. ഞങ്ങൾ എന്തിനാണ് മറ്റൊരു തരത്തിലേക്ക് അശ്ലീല പ്രദർശനം നടത്തി ആളെ കൂട്ടുന്നു എന്നുള്ള പ്രചരണത്തിലേക്ക് ഈ 3 പേരും BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്? എന്തിനാണ് ഞങ്ങളെ ഇവർ ഭയക്കുന്നത്? ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ച് 100 വീട് കൊടുക്കുമ്പോൾ എന്തേ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും വയനാട്ടിൽ വീട് കൊടുക്കാത്തത് എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ സംഭവങ്ങളും. ആ വിഷയങ്ങളിലേക്കൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സമ്മേളനങ്ങളുടെ ആ കരുത്തിനെ, ഞങ്ങളുടെ സമ്മേളനങ്ങൾ നടത്തുന്നതിൻ്റെ ആ സംഘടനാ ശേഷിയെ, ഞങ്ങളുടെ സംഘടനാ വൈഭവത്തെ, ഞങ്ങൾ ഇടപെടുന്ന മേഖലകളെ ഒന്നും നിങ്ങൾ ചർച്ചയാക്കുന്നില്ല. ഈ സമയത്തും നിങ്ങൾ മാധ്യമങ്ങൾ താല്പര്യത്തോടു കൂടി വന്നത് ഇങ്ങനൊരു വിവാദം ഉണ്ടായതുകൊണ്ട് മാത്രം. അതിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു, ഞങ്ങൾ അതിനെയും രാഷ്ട്രീയമായി നേരിടാനാണ് തീരുമാനിച്ചത്. അതിനെ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാണ്, ആ വിഷയത്തെ ഈ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്ന തരത്തിൽ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചത്. അടിയന്തരാവസ്ഥയെ ഈ കേരളം ചർച്ച ചെയ്യണം. കോൺഗ്രസിൻ്റെ വികൃത മുഖത്തെ ഈ അധികാരവർഗം അധികാരം ഉപയോഗിച്ച് സാധാരണ മനുഷ്യരെ എങ്ങനെയാണ് വേട്ടയാടുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ എങ്ങനെയാണ് ഇല്ലാതെയാക്കുന്നത്, അതിനെയെല്ലാം ഈ കേരളം ചർച്ച ചെയ്യാനുള്ള അവസരമാക്കി ഇതിനെയും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞങ്ങളുടെ സമ്മേളനം ഇതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യും. വരും കാലയളവിൽ ഇതുപോലെയുള്ള പ്രതിരോധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. VD സതീശൻ്റെ MDMA സംഘത്തിൻ്റെ സോഷ്യൽ മീഡിയക്കൊന്നും ഞങ്ങളുടെ ഇച്ഛാശക്തിയെയും രാഷ്ട്രീയ നിലപാടിനെയും ഒരടി പുറകോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഉപയോഗിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ പോലും കണ്ടന്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിർബാധം. അതെ, VD സതീശൻ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഈ കണ്ടന്റ് കണ്ടിട്ട് എൻ്റെ നാട്ടിൽ, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാത്ത നാടായി എൻ്റെ നാട് മാറി എന്ന തോന്നൽ VD സതീശൻ ഉണ്ടാകണ്ടേ? പുസ്തകം വായിക്കുന്ന ആളാണ് ഞാൻ, കലയെയും സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പോരല്ലോ. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ, ആ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ VD സതീശനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ മെറ്റയിൽ നിന്ന് നീക്കം ചെയ്യാം, ബോധപൂർവ്വം ഇടപെടുക. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇത്രയും വികൃതമായി ഒരു കലയെ ചിത്രീകരിക്കുന്നത്, ഒരു രാഷ്ട്രീയത്തെ ചിത്രീകരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് പരിശോധിക്കണ്ടേ?